ഒരു പരീക്ഷ എഴുതിയ 27,297 ആൾക്കാർ തോറ്റു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൊത്തത്തിൽ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം എത്രയാണെന്നറിയോ? 34,000 ചില്ലറ. അതിൽ പാസ്സായിരിക്കുന്നത് 7,000 ചില്ലറ കുട്ടികൾ മാത്രം. ഈ കണക്ക് ഇപ്രാവശ്യം ജൂണിൽ നടന്ന FMG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് നമ്മൾ MBBS പഠിക്കത്തില്ലേ, ആ MBBS പഠിച്ച് തിരികെ ഇന്ത്യയിൽ വന്ന് ഇപ്പോൾ എഴുതേണ്ട പരീക്ഷയുടെ പേരാണ് FMG. ആ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണവും അതിൽ ജയിച്ച കുട്ടികളുടെ എണ്ണവുമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് സംസാരിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കുട്ടികൾ ഈ യൂട്യൂബിലെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ പുറത്ത് പോയിട്ട് MBBS പഠിച്ചു തിരിച്ചു വന്നു, ഇനി ഞങ്ങൾക്ക് MBBSൻ്റെ തന്നെ ഫർദർ സാധനങ്ങൾ എടുത്ത് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമില്ല, അപ്പോൾ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ താല്പര്യമില്ല എന്നിവർ എഴുതുമ്പോഴും എനിക്ക് ഒരു കാര്യം അതിനകത്ത് അണ്ടർലൈങ് ആയിട്ട് മനസ്സിലാകുന്നുണ്ട്, ദാറ്റ് FMG അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് കാര്യം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫോറിൻ MBBS കഴിഞ്ഞ് തിരികെ ഇന്ത്യയിൽ വന്ന് അടുത്തിനി എന്ത് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പേഴ്സണൽ കരിയർ ഗൈഡൻസ് സെഷൻ എടുത്ത് തന്നെ ഒരു 5-6 കുട്ടികളുണ്ട്. ഈ 5-6 കുട്ടികളോട് പേഴ്സണലി ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇവരിൽ പലരെയും ഈ പല ഏജൻസികളും വിളിച്ചിട്ട് പല തെറ്റിദ്ധാരണകളും ഇങ്ങനെ ഇവരുടെ മേൽ ചൊരിയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഉടായ്പ വഴിയിലൂടെ ആ കോഴ്സ് പാസ്സായി എടുക്കാൻ പറ്റും, ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു ഉടായ്പ നടക്കത്തില്ല. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇന്ത്യയിലെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ പരീക്ഷ ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യണ്ട, എന്നാൽ മെഡിക്കൽ പ്രൊഫഷനിൽ തന്നെ നിൽക്കണം. ദർ ആർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. അത് ഇന്ത്യയിലും ഉണ്ട്, വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷെ അത് ശ്രദ്ധിച്ച് ചൂസ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി 12ാം ക്ലാസ്സിന് ശേഷം ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയവരാണ്. വീണ്ടും എവിടെന്നെങ്കിലുമൊക്കെ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴത്തേനും അതെല്ലാം ശരിയാണെന്ന് വിചാരിച്ച് അടുത്ത അബദ്ധത്തിൽ പോയി ചാടരുത്. ഇനിയെങ്കിലും ശരിക്കും കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് മുന്നോട്ട് പോവുക. വീണ്ടും ഒരുപാട് പൈസയും, എനിക്ക് പൈസയെക്കാളും അതിനകത്ത് ഭയങ്കര ഇതായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമയം വെറുതെ കൊണ്ട് ഇനിയും കളയരുത്. ശ്രദ്ധിച്ച തീരുമാനങ്ങൾ എടുക്കുക. There are options. Keep going. Happy learning.